ഫസ്റ്റ് സെമിലെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന കോർ പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിന്റെ മീനിങ്ങും ക്യാരക്ടറിസ്റ്റിക്സുമാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ബ്ലോക്ക് ആരംഭിക്കുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നതാണ്. അപ്പൊ എന്താണ് സാമൂഹിക സ്ഥാപനങ്ങൾ? അതായത് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പെരുമാറ്റത്തെയും സാമൂഹിക ജീവിതത്തെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവയെ നമുക്ക് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് വിളിക്കാം. അതായത് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അവയുടെ സാമൂഹിക ജീവിതത്തെ നിയന്ത്രിക്കുകയും പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്നവയെല്ലാം നമുക്ക് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പൊതുവിൽ വിളിക്കാം. ഇനി അതിന്റെ ഒരു ഡെഫിനിഷൻ പരിചയപ്പെടുകയാണെങ്കിൽ ബാർണസിന്റെ അഭിപ്രായത്തിൽ സാമൂഹ്യ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു. സമൂഹം അതിന്റെ പ്രവർത്തനങ്ങളെ നിർവഹിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഗിയറിനെ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് ബാർണസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സാമൂഹ്യ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു. സമൂഹം അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഗിയറിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ബാർണസ് സാമൂഹ്യ സ്ഥാപനങ്ങളെ കുറിച്ച് നിർവചിച്ചിട്ടുള്ളത്. ഇനി സാമൂഹ്യ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് ഒന്നാമത് സാമൂഹ്യ പെരുമാറ്റത്തെ പഠിപ്പിക്കുന്നു. അതായത് ഒന്നാമത് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ ബിഹേവിയർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് സാമൂഹ്യ സ്ഥാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതായത് ഓരോ വ്യക്തിയും എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആ വ്യക്തിയുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിൽ എന്ത് സഹായിക്കുന്നുണ്ട്? സാമൂഹ്യ സ്ഥാപനങ്ങൾ സഹായിക്കുന്നുണ്ട്. രണ്ടാമത് യൂണിവേഴ്സൽ ആണ്. അതായത് സാർവത്രികമായിട്ട് ലോകത്തെ എല്ലായിടത്തും എന്ത് കാണുന്നുണ്ട്? നമുക്ക് ഈ സാമൂഹ്യ സ്ഥാപനങ്ങൾ കാണാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് പറഞ്ഞത് കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെ ആയിരിക്കും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുക. അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത് പറയുന്നത് അത് വ്യക്തികൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അതായത് സാമൂഹ്യ സ്ഥാപനങ്ങൾ വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അടുത്തായിട്ട് പറയുന്നത് വ്യക്തിഗത ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാമൂഹ്യ സ്ഥാപനങ്ങൾ നമ്മളെ സഹായിക്കുന്നു. അതായത് ഈ പോയിന്റിനെ ആക്കുന്നത് വ്യക്തികളുടെ തൊഴിലിന് അല്ലെങ്കിൽ വരുമാന മാർഗം നേടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വിദ്യാഭ്യാസം എന്നുള്ളത് നിലനിൽക്കുന്നു. അപ്പൊ അത്തരത്തിൽ ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിന്, അതായത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യ സ്ഥാപനങ്ങൾ നമ്മളെ സഹായിക്കുന്നു. അടുത്ത് പറയുന്നത് സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ഒരു സ്ഥിരത നൽകുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്? സാമൂഹ്യ സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഓരോ സമൂഹത്തിന്റെയും കൃത്യമായിട്ടുള്ള ഒരു സ്വഭാവത്തെ അടിത്തറവാകുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്? സാമൂഹ്യ സ്ഥാപനങ്ങൾ പ്രധാന റോള് വഹിക്കുന്നു. അടുത്ത് പറയുന്നത് കർക്കശ സ്വഭാവം. അതായത് സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്വഭാവ സവിശേഷതയുണ്ട്. അതായത് റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങൾ സാമൂഹ്യ സ്ഥാപനങ്ങൾ വെച്ച് പുലർത്തുന്നത് കൊണ്ട് തന്നെ സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തികളുടെ പെരുമാറ്റത്തിൽ, അതായത് വ്യക്തികൾ എപ്രകാരമാണ് പെരുമാറേണ്ടത് എന്നത് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കർക്കശ സ്വഭാവം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഉദാഹരണത്തിന് ഇപ്പൊ മതസ്ഥാപനങ്ങൾ, അത് നമ്മളുടെ സാമൂഹ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് മതം എന്ന് പറയുന്നത്. അപ്പൊ ഈ മതം കൃത്യമായിട്ട് ഓരോ വ്യക്തികളുടെയും ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്. ഓരോ മതവും അല്ലെങ്കിൽ ഓരോ മതത്തിന്റെ വിശ്വാസവും എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തികളുടെ ജീവിത രീതിയിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ടുള്ള കർക്കശ സ്വഭാവത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഒരു വ്യക്തി എപ്രകാരമാണ്, ഒരു വിശ്വാസി, ഒരു മതസ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മതവിശ്വാസി എപ്രകാരം പെരുമാറണം എന്നുള്ളത് കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടുള്ളത് കൊണ്ട് തന്നെ അത് കർക്കശമായിട്ടുള്ള ഒരു സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് സാമൂഹ്യ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയാവുന്നത്. ഇനി സൊസൈറ്റിയിൽ സാമൂഹ്യ സ്ഥാപനങ്ങളുടെ പങ്ക് അല്ലെങ്കിൽ സൊസൈറ്റിയും സാമൂഹ്യ സ്ഥാപനവും തമ്മിലുള്ള പ്രധാനപ്പെട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിന് സമൂഹത്തിന് അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിന് എന്ത് ആവശ്യമാണ്? അനിവാര്യമാണ്. സാമൂഹ്യ സ്ഥാപനങ്ങൾ ആവശ്യമാണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം വെച്ച് പുലർത്താൻ നമുക്ക് എന്ത് വേണം? സാമൂഹ്യ സ്ഥാപനങ്ങൾ ആവശ്യമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്?
വ്യക്തികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അല്ലെങ്കിൽ വ്യക്തിഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്? സാമൂഹ്യ സ്ഥാപനങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ സാമൂഹ്യ പെരുമാറ്റം പഠിപ്പിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പൊ നമ്മുടെ സവിശേഷതകൾ പറഞ്ഞിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ് ഇതിൽ സൊസൈറ്റിയുമായിട്ടുള്ള ആദ്യത്തെ പോയിന്റിൽ കണക്ഷൻ വരുന്നത്. അതായത് സമൂഹത്തിന് സാമൂഹ്യ സ്ഥാപനങ്ങൾ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. രണ്ടാമത്, സമൂഹത്തെ ആക്റ്റീവ് ആക്കുന്നത് അല്ലെങ്കിൽ സമൂഹം നിലനിൽക്കുന്നത് തന്നെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് സാമൂഹ്യ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അടുത്തെന്ന് പറയുന്നത് വ്യക്തിക്ഷേമത്തിന് സഹായിക്കുന്നു. അതായത് വ്യക്തിഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ അല്ലെങ്കിൽ വ്യക്തികളുടെ വെൽബീയിങ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഉദാഹരണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിനെയും വരുമാന മാർഗത്തെയും അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയെയും ജീവിത രീതിയെല്ലാം എന്ത് സ്വാധീനിക്കുന്നുണ്ട്? വിദ്യാഭ്യാസം എന്നുള്ളത് സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ വ്യക്തിപരമായ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ് പ്രൊക്രിയേഷന് സഹായിക്കുന്നുണ്ട്. അതായത് ജനറേഷൻ നിലനിർത്തുന്നതിന് മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതാണ് വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് എന്ത് ആവശ്യമാണ്? സാമൂഹ്യ സ്ഥാപനങ്ങൾ നിലനിർത്തുന്നത് ആവശ്യമാണ്. അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബന്ധങ്ങളുടെ ഘടന. അതായത് സമൂഹത്തിൽ വ്യക്തികൾ തമ്മിലുള്ള ഘടന നിലനിർത്തണമെങ്കിൽ അല്ലെങ്കിൽ സാമൂഹ്യ ഘടനയെ നിലനിർത്തുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്? സാമൂഹ്യ സ്ഥാപനങ്ങൾ സഹായിക്കുന്നുണ്ട്. അതായത് ബന്ധങ്ങളുടെ ഘടനയായിട്ട് എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? സാമൂഹ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. അടുത്തെന്ന് പറയുന്നത് മറ്റു സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നു. അതായത് സൊസൈറ്റിയിൽ നമ്മുടെ സമൂഹത്തിലെ സാമൂഹ്യ സ്ഥാപനങ്ങൾ തമ്മിൽ എന്തുണ്ട്? പരസ്പരം ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഈ സാമൂഹ്യ സ്ഥാപനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് തന്നെ അല്ലെങ്കിൽ എന്താണ്? സമൂഹത്തിന്റെ മറ്റു വ്യവസ്ഥകളെയും മറ്റു സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെ എന്ത് സഹായിക്കുന്നുണ്ട്? സാമൂഹ്യ സ്ഥാപനങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പറയുന്നത് സമൂഹം സാമൂഹ്യ സ്ഥാപനത്തിന്റെ പ്രദർശനമായിട്ട് മാറുന്നുണ്ട്. അതായത് ഒരു സമൂഹം എങ്ങനെയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട സാമൂഹ്യ സ്ഥാപനങ്ങളെ പഠിക്കുന്ന വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് നിലനിൽക്കുന്ന സാമൂഹ്യ സ്ഥാപനങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും ആ സമൂഹത്തിന്റെ പ്രകൃതം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഓരോ സമൂഹത്തിന്റെയും സ്വഭാവമായിട്ട് നമുക്ക് എന്തിനെ കാണാം? സാമൂഹ്യ സ്ഥാപനങ്ങളായിട്ട് പരിഗണിക്കാവുന്നതാണ്. അത് ഓരോ സാമൂഹ്യ സ്ഥാപനങ്ങളും എപ്രകാരമാണോ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ആ രീതിയിലായിരിക്കും എന്ത് നിലനിൽക്കുന്നത്? അവിടുത്തെ സമൂഹത്തെയും നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം ധർമ്മങ്ങളിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? സാമൂഹ്യ സ്ഥാപനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത്. അതായത് സാമൂഹ്യ സ്ഥാപനങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ, അവ എന്താണ്, അവയുടെ പ്രധാന സവിശേഷതകൾ എന്താണ്, അവ സൊസൈറ്റിയിൽ എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് പ്രധാനമായിട്ട് സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മനുഷ്യ പെരുമാറ്റത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവയാണ് സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് നമുക്ക് പൊതുവിൽ വിളിക്കാവുന്നതാണ്. അപ്പൊ സാമൂഹ്യ സ്ഥാപനം എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തെ നിലനിർത്തുന്നതിനും സമൂഹത്തിന്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിനും അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സഹായിക്കുന്നതിനുള്ള ഒരു ഘടകമായിട്ട് അല്ലെങ്കിൽ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും പരിചയപ്പെട്ടിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്താണെന്നുള്ള ഒരു ആമുഖമാണ്. ഇനി നമ്മൾ പ്രധാനമായിട്ടും അടുത്ത യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സാമൂഹ്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട സാമൂഹ്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ള ആശയം എന്ന് പറയുന്നത് എന്താണ് സാമൂഹ്യ സ്ഥാപനം എന്നത് മാത്രമാണ്. അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത യൂണിറ്റുമായിട്ട് കാണാം.